ആ ഒരു കള്ളത്തനം ഉണ്ടല്ലോ, നഖത്തിനിടയിൽ വെക്കുന്ന കള്ളം ഉണ്ടല്ലോ, അതൊന്നും ആരെയും വിട്ടു പോകത്തില്ല. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഏപ്രിൽ 26-ാം തീയതി ഈ കാണുന്ന വീടിന്റെ പാലുകാച്ചാണ്. ഞങ്ങളെ കൂടെ പണി ചെയ്യണ എല്ലാ തൊഴിലാളികളുടെയും സഹായം കൊണ്ട് മാത്രം പണി തീർന്ന വീടാണിത്. പുള്ളിക്കാരനെ ഒരു 10-25 വർഷം കൊണ്ട് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വാടക വീട്ടിൽ പോയി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര ദയനീയമാണ്. കാരണം അതൊരു വീടായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റും. സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് പണിയാന്ന് പറഞ്ഞു. അങ്ങനെ തൊഴിലാളികൾ, അതായത് ഈ കൺട്രാക്ടിന്റെ തൊഴിലാളികൾ എല്ലാവരും കൂടെ ഫ്രീ ആയിട്ട് 1 രൂപ പോലും വാങ്ങാതെ ആത്മാർത്ഥമായിട്ട് ഏതാണ്ട് 3 മാസം കൊണ്ട് പണി ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഈ കാണുന്ന വീട്. നമ്മൾ അറിയണ ഓരോരുത്തരും നേരിട്ട് അവർ തന്നതാണ് ഇന്ന് ഈ കാണുന്ന വീട്. അപ്പൊ വീഡിയോ കണ്ടപ്പം എനിക്കതില് പ്രതികരിക്കണമെന്ന് തോന്നിയ പേയാടിന്റെ ഒരു മേശരിക്ക് ഒരു വീട് ചെയ്ത് കൊടുത്തെന്നാണ് പേയാട് പറഞ്ഞത്. പക്ഷെ പേയാടിന്റെ മേശരിക്കല്ല വീഡിയോ ചെയ്ത് കൊടുത്തത്, പേയാടിന്റെ PR വർക്ക് ചെയ്യണ വിഷ്ണുവിനാണ് വീഡിയോ ചെയ്ത് കൊടുത്തത്. അതായത് ഈ പേയാടിന്റെ കംപ്ലീറ്റ് കഥയും കാര്യങ്ങളെല്ലാം ഈ വിഷ്ണുവിനറിയാം. ആ പൊത്താൻ വേണ്ടിയിട്ട് വിഷ്ണുവിന് ചെയ്തു കൊടുത്തതാണ്. ഇവനാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. ഇവനൊരു 4-5 പേരുണ്ട് ഇവര്. അപ്പം ഈ വിഷ്ണു എന്ന് പറയുന്ന PR വർക്ക് ചെയ്യുന്ന ആൾക്കൊരു വീട് ചെയ്ത് കൊടുത്തെന്നാണ് പറയേണ്ടത്, അല്ലാതെ മേശരിക്ക് വീട് ചെയ്ത് കൊടുത്തെന്നല്ല പറയേണ്ടത്. കാരണം 0 ബാലൻസ് എന്ന് പറഞ്ഞ് എല്ലാ അക്കൗണ്ടിയും കാണിക്കാറുണ്ട്. അപ്പോൾ ആ വീട് ചെയ്യാൻ എന്തായിരുന്നാലും ചെറിയ പൈസ കൊണ്ട് ആ വീട് തീരത്തില്ല. 1000, 2000, 1000 കൊണ്ട് ഒരു വീട് തീരത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന സാധനം, ബോധമുള്ളവർക്ക് അറിയാം. ഒരു ടൈല് കട, ഒരു ഇലക്ട്രിക് കടയൊക്കെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ കാണുന്ന വീടുകൾ ഇത്രയും വീടുകൾ ചെയ്തു. അവിടെ നിന്ന് ചെയ്യാനായിട്ട് ഈ ഇലക്ട്രിക് കടയും പ്ലംബിംഗ് കടയിൽ നിന്നും കിട്ടിയില്ലേ ഒന്ന്. പിന്നെ രണ്ടാമത്തത് പുള്ളി പറയുന്നുണ്ട് പെയിന്റിങ് എടുത്ത കട. അപ്പൊ ഈ കാണുന്ന വീടുകളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചിരിക്കണ പുള്ളിയുടെ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കിയേ, പുള്ളി എങ്ങനെയാണ് പെയിന്റ് അടിച്ചിരിക്കണെന്ന്. ഈ വീടിന്റെ സ്റ്റെയർ റൂം വരെ കംപ്ലീറ്റ് തീർത്ത് പണി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകളൊന്നും നോക്കിയേ, സ്റ്റെയർ പോലും അടിച്ചിട്ടിട്ടില്ല. വലിയ വീടാണെന്ന് എനിക്കത് തോന്നിയായിരുന്നു. അവന് ചെയ്തു കൊടുത്ത ഈ വീട് അവന്റെ വാപത്താൻ വേണ്ടി മാത്രമാണ്. കാരണം അവന്റെ പല കാര്യങ്ങളും ഒളിവിൽ നിർത്താനായിട്ട് പറ്റിയ ഇവർ 2 പേരാണ്. ഒരു രാഹുലും ഒരു വിഷ്ണു, ഇവർ 2 പേരാണ് ഇപ്പം പുള്ളിയുടെ മെയിൻ ആൾക്കാർ. ഇപ്പം ചെയ്യുന്ന പറയുന്നത് 32 വീടാന്തരം ചെയ്യുന്ന പറയുന്നുണ്ട്. ആ വീടുകള് ഇതേ കണക്ക് തീർത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പുള്ളിയുടെ എന്തെങ്കിലും പറയോ? ഇപ്പം ഇവന് വേണ്ടി വീട് എന്ത് ഭംഗിയായിട്ടാ ചെയ്തിരിക്കണേ. നല്ല വീടല്ലേ ചെയ്തിരിക്കണ, ജനങ്ങൾ കണ്ടാലറിയാം. സ്റ്റെയർ റൂം വരെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ വീടുകൾ പോയി നോക്കണം. സ്റ്റെയർ റൂം പോലും ചെയ്യാത്ത ആളാണ്. ഇപ്പൊ സ്റ്റെയർ റൂം വരെ അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു വീടാന്നാ പറയണത്. കൊച്ചു വീടാണല്ലേ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞിട്ട് 6-7 കുടുംബങ്ങൾ താമസിക്കാനകത്ത്. ആരാ 6-7 കുടുംബം? അവന്റെ മേശരിമാര് ഫ്രീ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്റെ ഭായി, ഞാനും ഒരു വർക്ക് ചെയ്ത ആളാണ്. ഒരു മേശരി, ഒരു മെക്കാട് 1 ദിവസം ഫ്രീ ആയിട്ട് ചെയ്യും. അവനും അവന്റെ വീട്ടിലും വായു വേരൊക്കെ ഉണ്ട്. അതും കൂടെ ചിന്തിക്കണം. ഞാൻ 18 വർഷം കൊണ്ട് ഇത് തള്ളി നൂത്തിക്കൊണ്ട് നടക്കുകയാണ്. എന്റെ സൈറ്റിൽ ഇന്ന് വരെയും ഒരുത്തം വന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തിട്ടില്ല. ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചില ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ പൈസ കൊടുത്ത് ചെയ്യുന്നതാ. ഞങ്ങൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാണ് അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ തള്ളണയൊക്കെ വേണം, ആവശ്യത്തിന് വേണം. അത് കൂടുതലങ്ങ് തള്ളി അങ്ങ് മറിക്കരുത്. കാരണം ഏതെങ്കിലും ഒരു വീട് ഈ പറയുന്ന ഞാൻ ഇന്നാളും ഞാൻ കാണിച്ചത്, വീഡിയോയിലൊക്കെ കാണിച്ചത്, എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു. ആ വീടൊക്കെ ഇതേണക്ക് തീർത്ത് കൊടുത്താലേ എന്ത് നല്ല വീടുകളാ ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയ വീട് അത് ചെയ്തിട്ടില്ല, 2ാമത് തുടങ്ങിയ വീട് തീർത്തിട്ടില്ല, 3ാമത് തുടങ്ങിയ വീട് തീർത്തില്ല, 4ാമത്തെ ഒരു മൊണ്ടി അമ്മയെ കൊണ്ടുപോണത് ആ വീട് മാത്രത്തെ അങ്ങും ഇങ്ങും തീർത്തിട്ടുണ്ട്. അത് 2-2.5 ലക്ഷം രൂപയുടെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നറിയാമോ? അതിനകത്ത് വരുമാനം വന്നിട്ട് 5 ലക്ഷം രൂപയ്ക്കകത്താണ് വന്നത്. 5 ലക്ഷം രൂപയ്ക്കകത്ത് വന്നതാ. 2-2.5 ലക്ഷം രൂപ പണിയാണ്. അപ്പം ഈ പൈസകളെല്ലാം മേടിച്ചോണ്ട് പോകണം ആരാ? ഇപ്പൊ അതിന് പുറമെ ഇപ്പൊ എന്താ പുതിയ ഒരു പദ്ധതിയാണ് ചാരിറ്റി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ അക്കൗണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളിന് എങ്ങനെയാണ് ഐഡിയ മനസ്സിലായല്ലോ. പൊന്മുട്ടെണ്ണ താറാവ് ഒരിക്കലും അത് പൊന്മുട്ട വേണ്ടെന്ന് പറയില്ല. കാരണം യമ അത് ശീലിച്ചു പോയി. യമൻ കണ്ടവരെ കാശ് തിന്ന് ക്വാളിറ്റി അടഞ്ഞു. അപ്പൊ ജനങ്ങളും അത് അനുസരിച്ച് നീങ്ങാൻ തയ്യാറല്ല. എന്നെ കൊണ്ട് പറയാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ഇവൻ ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കും. ഇവൻ ഞാൻ പറയുന്നില്ലേ, ഇവനിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. നമ്മളെ കണക്കുള്ള പാവപ്പെട്ടവർ ഇട്ട് കൊടുക്കുന്ന കാശാണ് ഇവന്റെ അവിടെ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ വീടും തീർത്തു കൊടുക്കുക. ഇതിനാ കിട്ടുന്ന ഇതിലിട്ടിട്ട്
ഉള്ളുന്ന 5, 10, 100 രൂപ കിട്ടുന്ന ആ പൈസ കൊണ്ട് അവർ വീട് ചെയ്ത്, ആ ചെയ്യാനില്ലാത്തതുകൊണ്ട് കിടക്കുന്ന വീടുകളിൽ പൈസ വന്നിരിക്കുന്ന ആ പൈസ ഇറക്കുന്നില്ല. ഇപ്പൊ ഒരു നിശ്ചിത പൈസ അവിടെ ഇറക്കി കളയുന്നുള്ളൂ, ബാക്കിയുള്ള പൈസ ഇറക്കുന്നില്ല അവിടെ. അതാണ് സംഭവം. അല്ലാതെ ഈ പൈസ ഇറക്കിക്കഴിഞ്ഞാൽ ആ വീട് തീരും. ഇപ്പം ഈ വീട്ടിന് 3-4 കൂട്ടുകാരന്മാർ ചേർന്ന് ചെയ്തെന്ന് പറഞ്ഞ് ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങളൊരു 3-4 പേരോട് ചേർന്നാണ് ഒരു വീട് ചെയ്യണത്. ഞാൻ മാർബിളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഇട്ടിക്കണം, ഞാനായിട്ടിരിക്കണം ഗ്രാനൈറ്റാ, മാർബിളൊന്നും അല്ല കേട്ടോ, ഗ്രാനൈറ്റായിട്ട്. ഈ പുള്ളി തള്ളി മറിച്ചതാണ്, ഒരു ചാനലിൽ പോയി ഞങ്ങൾ തള്ളി മറിച്ചതാണ്. അപ്പൊ തള്ളുമ്പോൾ ഈ നമ്മളെ കണക്ക് ജനങ്ങൾ കേട്ടോണ്ടിരിക്കില്ലേ, നിങ്ങളും കൂടെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുമ്പോഴേ പുള്ളിക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ചോദിക്കണം. ഈ തള്ളി മറിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സത്യം പോലെ പറ. എന്തിനാ കള്ളം പറയുന്നേ? ഞങ്ങളൊക്കെ തിന്നുന്ന നല്ല അരിയല്ലേ തിന്നുന്നത്. മറ്റു നാട്ടിലൊക്കെ പച്ചരി ചോറൊക്കെ തിന്നുന്നവരാ. നമ്മളെ നാട്ടിൽ ഈ നല്ല അരി തിന്നുന്നവര് അവർക്ക് ഇല്ലാത്ത ബുദ്ധിയാണോ മറ്റൊരു നാട്ടുകാർ? ചിന്തിച്ചു നോക്കി. നമ്മൾ മലയാളികൾ അരി തിന്നുന്ന ആഹാരം കഴിക്കുന്നവരാണ്. അപ്പൊ സോമാന് ശക്കലം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പൊ പുള്ളിയുടെ കാര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങളെല്ലാം പറയണത്, നിങ്ങളെല്ലാം ഇത് കേൾക്കണം. ഞാൻ കേട്ടിട്ട് കാര്യമില്ല, നിങ്ങളും കൂടെ ഇത് കേൾക്കണം. ഇതെന്തു ചെയ്തു, അല്ല മറ്റുള്ള വീട്ടിൽ എന്താ ചെയ്യാത്തത്? ഇന്നും എനിക്ക് സങ്കടത്തോടെ പുള്ളിയുടെ ഒരു വീട്ടിൽ നിന്നൊരു ഒരാളെന്നെ വിളിച്ചതാണ്. ഞാൻ ചെയ്ത വീട് തന്നെ ആ ശരണ്യ എന്ന് പറയുന്ന വീട്ടിലെ വീട് ചെയ്തത് ഞാനായിരുന്നപ്പം ഈ രാഹുലാണ് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് ചെയ്തത് ആരാണെന്നുള്ളത് എൻ്റെ വീഡിയോ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് അതിൻ്റെ മൊത്തം വർക്കും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശരി, ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ആര് നല്ലത് ചെയ്യണോ അവിടെ നിന്ന് നല്ലത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന എൻ്റെ ബിൽഡിംഗ് ഓണർമാരല്ല ഇത് കാണുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും അറിയാം എന്നെപ്പറ്റി. എൻ്റെ ഒരു പണി, ഞാൻ ചെയ്യുന്ന ഒരു പണിയായിരിക്കും. എൻ്റെ ബിൽഡിംഗ് ഓണർ ഒരാളോരും എന്നെ കുറ്റം പറയത്തില്ല. വർക്കിൻ്റെ കാര്യത്തിൽ എന്നെ കുറ്റം പറയത്തില്ല. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് തുടക്കം മുതൽ എൻ്റെ പണിക്ക് ഞാൻ ചെയ്ത ഏതൊക്കെ വീടുണ്ടോ, ഷാലുവിൻ്റെ വീട് ഏതൊക്കെ വീടുണ്ടോ ആ വീട്ടിലെല്ലാം ഈ വിഷ്ണു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന വീടുകളിലെല്ലാം ഇപ്പൊ എന്നെ വിളിക്കും. അവരൊക്കെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു ആരാണ് നല്ലത്, ആരാണ് അഴിക്കുന്നത്. കള്ളന്റെ കുടുംബത്തിൽ കള്ളനെ പറക്കത്തുള്ളൂ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന ആളിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. തൊട്ടയിലെ ശീലം ചുടല വരെ അവന്റെ ആ ഒരു കള്ള ഇന്നും അവനെ വിട്ടുപോയിട്ടില്ല. അവൻ 10-15 വർഷത്തിന്റെ ബാക്കിലുള്ള കഥകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഏതോ ഒരു അച്ഛൻ അവരെ പാവം വെറുതെ വിട്ടില്ല. അങ്ങനെയുള്ള ആളാണ്. അപ്പൊ നമ്മളെയൊക്കെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു അച്ഛനെ വരെ, അതായത് അവരെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞ ഈ അച്ഛനെ വരെ എടുത്തു കൊടുത്തതാണ്. ഈ പുള്ളി പിന്നെ പറയാറുണ്ട്, എന്റെ കളിക്കാൻ വന്നാൽ ഞാൻ അങ്ങ് തീർത്ത് കളയുമെന്ന്. നമ്മൾ ജീവിച്ച് പോട്ടെ സുഹൃത്തെ, നമ്മളെ എടുത്ത് കൊടുത്തു കളയല്ലേ. നീ എൻ്റെ അടുത്ത് നീ ഇതെനിക്ക് പറഞ്ഞായിരുന്നു, സുഭാഷിന് പണിയൊന്നും കൊടുക്കരുത്, നിങ്ങളൊന്ന് ആലോചിച്ച് വേണം കൊടുക്കാറുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നിന്നെ കണ്ടോണ്ടോ, നിന്റെ അങ്ങ് അപ്പുറത്തന്നെ കണ്ടോണ്ടോ അല്ല എനിക്ക് പണി കിട്ടുന്നത്. ഞാനൊരു ഏരിയയിൽ പോയി പണി തുടങ്ങുമ്പോൾ ആ പണി അവര് കണ്ട് അവർ ബോധ്യമായി, അങ്ങനെയാണ് എനിക്കൊരു പണി കിട്ടുന്നത്. അല്ലാതെ എന്നെ വിളിച്ചിട്ട് സുഭാഷാണോ, എവിടെയാണ്, സുഭാഷേ ഒരു പണിയുണ്ട് ഇവിടെ ഒന്ന് ചെയ്യാം, അങ്ങനെയൊന്നും ആരും തരൂല. അത് പണ്ട്. ഇന്നുള്ള കൊച്ചു കുട്ടിയെ പോലും ഇന്നത്തെ പണി എന്താണ് ചെയ്യണമെന്ന് അറിയാനൊക്കെ. ഒരു വീട് ചെയ്യുമ്പോൾ അതിന്റെ സെറ്റ് ബാക്ക് നമ്മൾ ചെയ്തു വരുമ്പോൾ അവർ എന്നെ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. ഇപ്പോഴത്തെ വീട്ടുകാർ, പണ്ടത്തെ വീട്ടുകാർക്ക് അവരെ അറിയത്തില്ല. അത്രയും കാര്യങ്ങൾ ഇന്ന് അത്രയും വളർന്നുപോയി. അപ്പം ഇന്ന് അങ്ങനെയാണ്. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും ഞാൻ ബിൽഡിങ്ങിന്റെ കാര്യം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, തീർന്നിട്ടില്ല. നമ്മൾ കിടന്ന് അധ്വാനിച്ച് നമ്മൾ മരിച്ച് എന്തെല്ലാം കഷ്ടപ്പെടാണെന്നറിയാം. ഒരു ദിവസം ഇറങ്ങുമ്പോൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം ആകുന്ന എന്തെല്ലാം കാര്യങ്ങൾ എന്നറിയാം നടന്നു പോണത്. അതിൽ കൂടെയാണ് നമ്മൾ തീ ചവിട്ടും കണക്കാണ് ചവിട്ടിക്കൊണ്ട് പോണത്. കാരണം ജോലി ചെയ്യണം, ജോലിക്കാർക്കുള്ള പൈസ ഉണ്ടാക്കണം, ജോലിക്കാരുടെ വിഷമം, ഇവരെല്ലാവരുടെ കഷ്ടങ്ങളും നമ്മൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ ഞാൻ ഈ വീടിന് പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിച്ചതാ. ഇന്നല്ല നാളെ കണ്ട് സത്യം തെളിയും.